നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് LDFിന് വന്നത്. CPMലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് തോൽവിക്ക് വഴിവെച്ചത് എന്ന ആരോപണം CPMനുള്ളിലും LDFിലും ശക്തവുമാണ്. CPMന്റെ ഉരുക്കുകോട്ടകൾ അപ്പാടെ നിലംപൊത്തിയതാണ് നേതൃത്വത്തെ ഞെട്ടിക്കുന്നത്. ഏറ്റവും അധികം പൊട്ടിത്തെറികൾ നടന്ന കണ്ണൂരും ആലപ്പുഴയിലുമൊക്കെ ഇതിന്റെ അലയൊലികൾ ശക്തവുമാണ്. CPMലെ ഗ്ലാമർ താരമായ പ്രതിഭ ഹരിയുടെ തോൽവിയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ പുകയുന്നത്. കാത്തുവെച്ച പ്രതികാരം എന്നാണ് പ്രതിഭയുടെ കായംകുളത്തെ തോൽവിയെ CPM സൈബർ സഖാക്കൾ തന്നെ വിശേഷിപ്പിക്കുന്നത്. CPMന്റെ സംസ്ഥാന നേതാക്കളെ വരെ കുറ്റപ്പെടുത്തിയാണ് സൈബർ യുദ്ധം മുന്നേറുന്നത്. പ്രതിഭയും പാർട്ടി നേതൃത്വത്തെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിട്ടുമുണ്ട്. പാർട്ടി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞെന്നും പത്തിയൂരും ചെട്ടികുളങ്ങരയും ഭൂരിപക്ഷം കുറഞ്ഞത് അമ്പരപ്പുണ്ടാക്കിയെന്നുമാണ് പ്രതിഭ പ്രതികരിച്ചത്. ഇതോടെ സൈബർ യുദ്ധം സഖാക്കൾ ഏറ്റെടുക്കുകയായിരുന്നു. ആലപ്പുഴ CPMൽ നിലനിൽക്കുന്ന വിഭാഗീയത തന്നെയാണ് പ്രതിഭയുടെ തോൽവിക്ക് പിന്നാലെയും പുകയുന്നത്. ഇതേ വിഭാഗീയതയുടെ ഇരയായാണ് CPMൽ നിന്നും മുതിർന്ന നേതാവായ G സുധാകരൻ പുറത്തായത്. UDF സ്വതന്ത്രനായി വലിയ ഭൂരിപക്ഷത്തോടെ അമ്പലപ്പുഴയിൽ നിന്നുള്ള സുധാകരന്റെ വിജയം CPMന്റെ മുഖത്തേറ്റ അടിയായിരിക്കുകയാണ്. സലാമിന്റെ തോൽവി അമ്പലപ്പുഴയിൽ പുകയുമ്പോൾ തന്നെയാണ് പ്രതിഭയുടെ തോൽവിയും സഖാക്കൾ സൈബർ യുദ്ധത്തിൽ ആയുധമാക്കുന്നത്. പ്രതിഭ CPMലെ ചില നേതാക്കളുമായി ഉരസലിലായിരുന്നു. ഈ ഉരസൽ തന്നെയാണ് പരാജയത്തിനും കാരണമെന്നാണ് ആരോപണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6298 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു പ്രതിഭ വിജയിച്ചത്. UDFിലെ അനിത ബാബുവിനെയാണ് പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇക്കുറി 15,572 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി M ലിജു കായംകുളത്ത് നിന്നും വിജയിച്ചത്. ലിജുവിന് 76,651 വോട്ടുകൾ ലഭിച്ചപ്പോൾ പ്രതിഭയ്ക്ക് 61,079 വോട്ടുകളാണ് ലഭിച്ചത്. എന്നാൽ പ്രതിഭയുടെ ആരോപണം ജില്ലാ നേതൃത്വം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. വോട്ടുകൾ ചോർന്നെന്ന പ്രതിഭയുടെ വാദത്തെയും ജില്ലാ സെക്രട്ടറി തള്ളിക്കളഞ്ഞു. മുൻപ് 2 തവണ ഈ മണ്ഡലത്തിൽ പ്രതിഭയ്ക്കുള്ള വോട്ടുകൾ ഇക്കുറി നഷ്ടമായെങ്കിൽ അവ ഇത്തവണ എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നതിനെ കുറിച്ച് സ്ഥാനാർത്ഥി സ്വയം പരിശോധിക്കണമെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. എന്തായാലും പ്രതിഭയുടെ തോൽവി പാർട്ടിക്കുള്ളിൽ പുകയുക തന്നെയാണ് ചെയ്യുന്നത്.